ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ലേഡീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹെയർ ക്ലിപ്പുകളാണ് കേട്ടോ തയ്യാറാക്കുന്നത്, ബേബീസിനല്ല. അപ്പോൾ ഇതുപോലെ ഓൾഡ് ക്ലോത്തൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഡിഫറെൻറ്റ് ഐറ്റമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡും കൂട്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് അറിയുന്നവർ അങ്ങനെ മെഷീനിൽ വെച്ച് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ നല്ല വശം പുറത്തെടുക്കുകയാണ്. അതുപോലെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലിപ്പിൻ്റെ ഇതുപോലത്തെ സെൻറ്ററിലത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് മാറ്റാം. ഇനി നമുക്കിത് ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇതുപോലെ കയറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് സെൻറ്ററിലത്തെ പോർഷന് വീണ്ടും അതിലോട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ക്ലിപ്പിൻ്റെ 2 സൈഡും ഗമ്മ് തേച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല നീറ്റിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പ് റെഡിയായി. ഇനി രണ്ടാമത്തെ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ അതുപോലെ ചതുരത്തിലുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേസ്റ്റ് ക്ലോത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ ബേബി ക്ലിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ മടക്കിയിട്ട് സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോ ആക്കി എടുക്കാം. ഇതുപോലെ സെൻറ്റർ ക്ലിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് ബോ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ ക്ലിപ്പിനനുസരിച്ചിട്ട് വേണം ബോ തയ്യാറാക്കിയെടുക്കാൻ. അതുപോലത്തെ ഒരു ബോ തയ്യാറാക്കിയെടുക്കാം. ഇനി അതിൻ്റെ സെൻട്രൽ വശത്ത് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ക്ലിപ്പിലോട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൂചി നൂല് വെച്ച് തുന്നി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ രണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലോത്ത് തുന്നി കൊടുക്കുന്നുണ്ട്, പിന്നെ ക്ലിപ്പിലോട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് എടുത്താൽ നന്നായിരിക്കും കേട്ടോ കാണാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ.
ഇതാ നമ്മുടെ രണ്ടാമത്തെ ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാണ് ഇഷ്ടമായെന്ന്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഈ മൂന്നാമത്തെ ക്ലിപ്പ് ഞാനിവിടെ ഒരു കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് പേപ്പർ ഉള്ളവർ അത് എടുക്കുക. അപ്പം ഞാൻ എല്ലാവരും കയ്യിൽ ക്യാൻവാസ് പേപ്പർ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ, അത് കാരണമാണ് ഇതുപോലെ കട്ടിയുള്ള പേപ്പർ എടുത്തത്. ഇനി അതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സെൻറ്റർ ക്ലിപ്പ് എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ പഴയ ക്ലിപ്പുകളൊക്കെ കേടുവന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ പേപ്പർ മുഴുവനായിട്ട് ഈ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഷർട്ടിനൊക്കെ വെക്കുന്ന ക്യാൻവാസ് പേപ്പർ ആണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇതതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതതുപോലെ ഇനി നമ്മുടെ ക്ലിപ്പിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലോത്ത് വെച്ചിട്ടുള്ള 3 ക്ലിപ്പുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.